മേപ്പാടി ചെമ്പ്ര മലയിലേക്ക് പോകുന്ന വഴിക്ക് എരുമക്കൊല്ലിയിലാണുള്ളത് ഈ പഴയ ഒരു ചുവരെഴുത്ത്. അത് 1980 ഉള്ളതാണ്. അന്നത്തെ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി അരങ്ങിൽ ശ്രീധരനെ വിജയിപ്പിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു അരങ്ങിൽ ശ്രീധരൻ. അന്ന് വയനാട് മണ്ഡലമില്ല. വയനാട്ടിലെ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും ഒക്കെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അന്ന് ജനതാ പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരു മുന്നണിയായാണ് മത്സരിച്ചിരുന്നത്. അന്ന് ഈ ചുവരെഴുത്തൊക്കെ നടത്തിയ ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന അംസയ്ക്കാണ് നമ്മളോടൊപ്പം ഉള്ളത്. അംസയ്ക്ക് അന്നത്തെ ഓർമ്മകളൊക്കെ ഉണ്ട്. ഏത് സമയത്താണ് ഇത് ചുവരെഴുത്ത് നടത്തിയേ? ചുമരെഴുത്ത് പകലായിരുന്നു. പകലൊരു ഉച്ചൻ്റെ ദിവസം ഡിസംബർ 1 അടിച്ച് ഈ ദിവസം. അന്ന് എങ്ങനെയായിരുന്നു പ്രവർത്തനമൊക്കെ? നല്ല സ്ട്രോങ്, എന്നേക്കാളും സ്ട്രോങ്ങാണ്. അംസൊക്കെ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്. ഈ തെരഞ്ഞെടുപ്പിൽ അരങ്ങിൽ ശ്രീധരൻ ജയിച്ചില്ലല്ലോ? ഇല്ല. ആരെ ജയിച്ച്? CPM. അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അന്ന് നല്ല സ്ട്രോങ്, ഇന്ന് കുറവാണ്. അന്ന് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടോ? എല്ലാവരും പോയി. കുറച്ചൊക്കെ പുറത്താണ്. എന്താണെങ്കിലും അത്രയും പഴയ ഒരു ചുവരെഴുത്താണ്. അരങ്ങിൽ ശ്രീധരൻ ഇപ്പോഴില്ല. അദ്ദേഹം അന്ന് തോറ്റെങ്കിലും പിന്നീട് രാജ്യസഭാ അംഗവും കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. അന്ന് EK എംപിച്ചിവാവ CPM സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അന്ന് ചുവരെഴുതിയ അനുഭവങ്ങളൊക്കെയാണ് അംസക്ക നമ്മളോട് പങ്കുവച്ചത്.